പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ആമേൻ. കർത്താവിലേറെ സ്നേഹിക്കപ്പെടുന്നവരെ, ശ്ലീഹാ നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസം നമ്മുടെ ചിന്തയ്ക്കായി തിരുസഭ നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. വൈകുന്നേരമായപ്പോൾ അവൻ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി. അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർനാമിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി. യേശു അവരുടെ അടുക്കൽ എത്തിയിരുന്നുമില്ല. ശക്തിയേറിയ കാറ്റടിച്ചിരിക്കുന്നത് കൊണ്ട് കടൽ ശോഭിച്ചു. 25-30 സ്ഥാദിയോൺ ദൂരം തണ്ടു വലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിനു മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. അവനെ വള്ളത്തിൽ കയറ്റുവാൻ അവർ ആഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്ക് അടുത്തു. അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും ശിഷ്യന്മാരോടുകൂടി യേശു അതിൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തനിയെയാണ് പോയതെന്നും കടലിൻ്റെ മറുകര നിന്ന ആളുകൾ പിറ്റേ ദിവസം മനസ്സിലാക്കി. കർത്താവ് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്തേക്ക് തിബിരിയാസിൽ നിന്നും മറ്റു വള്ളങ്ങൾ വന്നു. യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിലേക്ക് എത്തി. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോ. കർത്താവിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്ന വാക്കുകളും പ്രവൃത്തികളുമാണ്. ഇത്തരം വാക്കുകളുടെയും പ്രവൃത്തികളുടെയും ബാഹ്യമായ അർത്ഥതലങ്ങളിൽ തങ്ങി നിൽക്കാതെ അതിൻ്റെ ആന്തരാർത്ഥങ്ങൾ മനസ്സിലാക്കി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ അതിൻ്റെ എല്ലാ സവിശേഷതകളും കൂടി മനസ്സിലാക്കി വിശ്വാസത്തിൽ എത്തിച്ചേരണമെന്നും അതുവഴി നിത്യജീവനിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതുമാണ് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് തന്നെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തെ ജീവൻ്റെ സുവിശേഷമെന്നും വിശ്വാസത്തിൻ്റെ സുവിശേഷമെന്നും വിശേഷിപ്പിക്കാറുണ്ട്. ശിഷ്യന്മാരുടെ മുമ്പാകെ കർത്താവായ യേശുക്രിസ്തു പ്രവർത്തിച്ച അടയാളങ്ങളുടെ ഒരു പരമ്പരയായിട്ടാണ് യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ സുവിശേഷകൻ കാണുക. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. ഒന്നാമതായി കർത്താവായ യേശു ക്രിസ്തു അപ്പം വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് വിളമ്പുന്നതും, രണ്ടാമതായി കടലിനു മീതെ നടന്ന ശിഷ്യസമൂഹത്തെ സമീപിക്കുന്നതും, മൂന്നാമതായി ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് ജനങ്ങളെ പ്രബോധിപ്പിക്കുന്നതുമായ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് 6-ാം അധ്യായം. ഇതിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. യേശുക്രിസ്തു വെള്ളത്തിന് മീതെ നടന്നത് എല്ലാ സമാന്തര സുവിശേഷങ്ങളിലും ഇല്ലെങ്കിലും സമാന്തര സുവിശേഷ പാരമ്പര്യത്തിലും 4-ാം സുവിശേഷ പാരമ്പര്യത്തിലും എത്തിച്ചേർന്നതാണ് വിവരം. അപ്പം വർദ്ധിപ്പിക്കലിനെയും ജലത്തിന് മീതെയുള്ള യാത്രയും ആദിമസഭ ഒരുമിച്ച് കണ്ടിരുന്നു. അവയെ പഴയ നിയമത്തിലെ പെസഹായുടെ വെളിച്ചത്തിൽ വ്യാഖ്യാനിച്ചിരുന്നു എന്നതും വ്യക്തമാണ്. പഴയ നിയമ പെസഹായ്ക്ക് 2 ഘടകങ്ങളാണ് ഉള്ളത്. ഒന്നാമതായി ഈജിപ്തിൽ വെച്ച് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിച്ചതും അത്ഭുതകരമായി ചെങ്കടലിൽ കടന്നതും. ഈ 2 സംഭവങ്ങളിലൂടെയാണ് ഇസ്രായേൽ ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും ദൈവജനത്തിൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കും നടന്ന് നീങ്ങിയത്. യേശു ചെയ്ത അപ്പം വർദ്ധിപ്പിക്കൽ എന്ന അത്ഭുതത്തിൽ ആദിമസഭ ഈജിപ്തിൽ വെച്ച് യഹൂദർ ഭക്ഷിച്ച പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പ്രതീകം കണ്ടു. ജലത്തിന് മീതെയുള്ള യേശുവിൻ്റെ യാത്രയെ ചെങ്കടലിൽ കടന്നതിൻ്റെ പ്രതീകമായി ആദിമസഭ കണ്ടു. ഇവ രണ്ടും ചേർന്ന് യേശുവിലൂടെ നിറവേറുന്ന പുതിയ പെസഹ സഭ മനസ്സിലാക്കി ഇവ രണ്ടും സമാന്തര സുവിശേഷ പാരമ്പര്യത്തിൽ കാത്തു സൂക്ഷിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ശിഷ്യന്മാരെ കർത്താവ് തനിയെ മറുകരയ്ക്ക് അയച്ചത്? വിശുദ്ധ മത്തായിയുടെയും മർക്കോസിൻ്റെയും സുവിശേഷത്തിൽ നിർബന്ധിച്ച് ശിഷ്യന്മാരെ അയക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 15-ാം വാക്യത്തിൽ കർത്താവിനെ നിർബന്ധിച്ച് രാജാവാക്കുവാനായിട്ട് ജനങ്ങൾ പരിശ്രമിക്കുന്നതായും കാണുന്നു. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ യേശുവിനെ ജനങ്ങൾ രാജാവാക്കം കാണുന്ന രംഗം ശിഷ്യന്മാർ കാണാതിരിക്കാൻ വേണ്ടിയാകാം ശിഷ്യന്മാരെ തനിയെ മറുകരയ്ക്ക് അയച്ചത്. ഒരുപക്ഷെ ഭാവിയിൽ തൻ്റെ രാജാവിൻ്റെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ശിഷ്യസമൂഹമായി മാറാനുള്ള സാഹചര്യത്തെ മനഃപൂർവ്വം കർത്താവ് തൻ ശിഷ്യന്മാരെ അകറ്റി നിർത്തുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രാർത്ഥിക്കുവാനായിട്ട്, ഏകാന്തത ലഭിക്കുവാനായിട്ട്
ഒരുപക്ഷെ ശിഷ്യന്മാരെ മാറ്റി നിർത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമതായി തൻ്റെ അസാന്നിധ്യം ശിഷ്യ സമൂഹത്തെ ഉലയ്ക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ താൻ ഒരിക്കലും അകലെയല്ല എന്നും വിളിക്കുമ്പോഴെല്ലാം അരികിലുള്ളവനാണ് എന്ന് ശിഷ്യരെ പഠിപ്പിക്കുന്നതിനുമാകാം ശിഷ്യരെ ഒറ്റയ്ക്ക് മറുകരയ്ക്ക് കർത്താവ് അയച്ചത്. രാത്രിയിൽ കടലിലൂടെ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ ഈ ലോകത്തിലൂടെയുള്ള ക്രൈസ്തവ സഭകളുടെയും പ്രതീകമാണ്. കടൽ ലോകത്തിൻ്റെ പ്രതീകമാണെങ്കിൽ വിപരീതമായി ആഞ്ഞടിക്കുന്ന കാറ്റ് സഭയുടെ ശത്രുക്കളിൽ നിന്നുമുണ്ടാകുന്ന പീഡനത്തിൻ്റെ പ്രതീകമാണ്. ഭയപ്പാടിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തു ശിഷ്യർക്ക് കൊടുക്കുന്ന സമാധാനമാണ് ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്നും രക്ഷിക്കുവാനായി ദൈവം മോശയെ നിയോഗിക്കുമ്പോൾ മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, നീ ആരെന്നാണ് ജനങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയേണ്ടത്, അല്ലെങ്കിൽ നിൻ്റെ പേര് എന്താണെന്ന്. ദൈവം മോശയ്ക്ക് കൊടുക്കുന്ന മറുപടി ഇതുതന്നെയാണ്, ഞാൻ ആകുന്നു എന്നാണ്. കർത്താവിലേറെ സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന പ്രത്യാശ ഇതുതന്നെയാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന വേദനകളിലും പ്രയാസങ്ങളിലും സഹനങ്ങളുമൊക്കെ നമ്മെ ഒറ്റയ്ക്ക് വിടുന്ന ഒരു ദൈവത്തിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്, മറിച്ച് നമ്മോടൊപ്പം എന്നും നിരന്തരമായി നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവമാണ് നമുക്ക് ഉള്ളത്. യേശയ്യാ ദീർഘദർശിയുടെ പുസ്തകം 59-ാം അധ്യായം 1-ാം വാക്യം ഈ പ്രത്യാശയാണ് നമുക്ക് നൽകുക. രക്ഷിക്കുവാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുങ്ങിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവസാന്നിധ്യം നിരന്തരമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവവിശ്വാസത്തിൽ വളർന്നു വരുവാനായിട്ട് പ്രത്യേകമായി നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവ് അതിന് പ്രത്യേകമായി നമ്മളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ.